എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാരായണീയം ദശകം 89 കേൾക്കാം. വൃക്കാസുര കഥയും ഭൃഗുപരീക്ഷണവും. ഹരി ഓം. നമ്മൾ നാരായണീയം 88 ദശകം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 89ാമത്തെ ദശകമാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പഠിക്കാം. ദശകം 89 വൃക്കാസുര കഥയും ഭൃഗു പരീക്ഷണവും. रमा जाने जाने यदि तव भक्तेषु विभवो न सम्पद्य सद्य तदिह मज कृत्वा दशमिना प्रशान्तिं कृत्वैव प्रदिशसि तद काममखिलं प्रशान्तेषु क्षिप्रं न खलु भवदीयेच्युति कथा इह तव भक्तेषु വിഭവ സദ്യ ന സമ്പദ്യ യത് തത്. അതായത് ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് തവ ഭക്തേഷു വിഭവ സദ്യ ന സമ്പദ്യ യത് തത്. അതായത് അങ്ങയുടെ തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഏത് ഐശ്വര്യവും ന സമ്പദ്യ യത് തത് പെട്ടെന്ന് സമ്പന്നര് ആയിക്കൊടുക്കില്ല. അതായത് ഭക്തർക്ക് പെട്ടെന്ന് ഐശ്വര്യവും സമ്പന്നൊന്നും കൊടുക്കില്ല. ഭക്തരെ ഭഗവാൻ പരീക്ഷിക്കും. അതിനുശേഷമാണ് അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. ഇഹ അശവിനാ മതകൃത്വാത് ഇതി രമാജാനേ ജാനേ. രമാജാനേ അല്ലയോ ലക്ഷ്മി വല്ലഭ. ഐശ്വര്യവും സമ്പന്നവും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒപ്പം അഹങ്കാരം ഉണ്ടാവും. അത് ഭഗവാൻ മഹാവിഷ്ണുവിനെ അറിയാന്നുള്ളതാണ്. അത് ഞാൻ അറിയുന്നു. അത് മേൽപ്പത്തൂർ പറയുന്നതാണ്. പ്രശാന്തി കൃത്വ തത ഏവ അഖിലം കാമം പ്രതിശസി. ശമഗുണം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഭക്തർക്ക് ശമഗുണം വരണം. അങ്ങനെ വന്നവർക്ക് ഭഗവാൻ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കും. പ്രശാന്തേഷു ക്ഷിപ്രം. അതായത് അവർക്ക് അങ്ങനെ ശമഗുണം വന്നു കഴിഞ്ഞാലോ പെട്ടെന്ന് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. ഭവനീയെ ന ഖലു ചുരി കഥ. അപ്പോൾ ഭവൻ ഭക്തന് ചുരി സംഭവിക്കൂല്ല. അങ്ങനെയാണ്. ഈ ലോകത്തിലെ അങ്ങയുടെ ഏത് ഐശ്വര്യവും പെട്ടെന്ന് സമ്പന്നം തികഞ്ഞത് ആയിത്തീരുന്നില്ല എന്നത് അവർക്ക് ആ ഐശ്വര്യം അഹങ്കാരകാരിയാകും എന്നതിനാണ് എന്ന് അല്ലയോ ലക്ഷ്മികാന്ത ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. പരിപൂർണമായ ശമഗുണം ഉണ്ടാക്കി കൊടുത്തിട്ടും പിന്നെ മാത്രമേ അവിടുന്ന് അവർക്ക് സകല അഭീഷ്ടദാനങ്ങളും ചെയ്യുകയുള്ളൂ. ശമഗുണം തികഞ്ഞവരുടെ കാര്യത്തിൽ പിന്നെ താമസവും ഇല്ല. ഭൗതികനായ ഒരുവന്റെ കാര്യത്തില് ഭ്രംശത്തിന്റെ കഥ പോലും ഇല്ല. ഇനി രണ്ടാമത്തെ ശ്ലോകം. സത്യപ്രസാദ ഋഷിതാന്വിധി ശങ്കരാദിൻ കേജി വിഭോ നിജഗുണാനുഗുണം ഭജന്ത ഭ്രഷ്ടാ ഭവന്തി വദ കഷ്ടമദീർഘദൃഷ്ട്യാ സ്പഷ്ടം വൃകാസുര ഉദാഹരണം കിലാസ്മിൻ. ഇപ്പോ അല്ലയോ ഭഗവാനെ, കേജിൽ നിജഗുണാനുഗുണം ചില ഭക്തർക്ക് അവരവരുടെ ഗുണത്തിനെ പടിപടിയായിട്ട് സദ്യ പ്രസാദ ഋഷിതാൻ ക്ഷണത്തിൽ പ്രസാദിച്ചു വന്നു. വിധി ശങ്കരാദി ഭജന്ത ബ്രഹ്മാവ് ശിവൻ മുതലായവരെ സേവിച്ച അവർ പെട്ടെന്ന് അവർ പ്രസാദിക്കും. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ഇവർക്കൊക്കെ ശമഗുണം വന്നതിന് ശേഷം മാത്രമേ കൊടുക്കുള്ളൂ. നേരെ വിപരീതം ബ്രഹ്മാവ് ശിവൻ ഇവരൊക്കെ വേഗം ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രകോപിയാണ് ഇവർ രണ്ടുപേരും. അങ്ങനെയാണ്. കഷ്ടം അദീർഘദൃഷ്ട്യ. കഷ്ടമേ ദീർഘാലോചന ഇല്ലാതെ ഭ്രഷ്ടാ ഭവന്തി വധ ഭ്രംശം വന്നവരായിത്തീരുന്നു. ആശ്ചര്യം. അസ്മിൻ സ്പഷ്ടം ഉദാഹരണം വൃകാസുര കില. ഇതിനൊരു ഉദാഹരണം ഉള്ളത് വൃകാസുരന്റെ കഥയാണ്. അതായത് ഈ വൃകാസുരൻ ശിവനെ ഭജിച്ചിട്ടുണ്ടായ സംഭവങ്ങളൊക്കെയാണ് ഇനി പറയണത്. സർവവ്യാപിൻ. ചില ഭക്തര് അവരവരുടെ ഗുണത്തിന് ഒത്തപടി ക്ഷണത്തില് പ്രസാദിക്കുന്നവരും ക്ഷണത്തിൽ കോപിക്കുന്നവരുമായ ബ്രഹ്മാവ് ശിവൻ മുതലായവരെ സേവിച്ചിട്ട് കഷ്ടമേ ദീർഘാലോചന ഇല്ലാതെ ഭ്രംശം വന്നവരായിത്തീരുന്നു. ആശ്ചര്യം.
ഇക്കാര്യത്തിൽ കറയറ്റ ദൃഷ്ടാന്തം പ്രസിദ്ധമായ വൃകാസുരന്റെ കഥയത്രേ. ഇനി മൂന്നാമത്തെ ശ്ലോകം. ശകുനിജസ്തു നാരദമേകദാ ദുരിതദോഷമപൃച്ഛതീശ്വരം സതഗിരീശമുപാസിതും നതു ഭവന്തമബന്ധുമസാധുഷു. ശകുനിജ സതു ഏകദാ. ശകുനിജ എന്ന് പറഞ്ഞാൽ ശകുനിയുടെ പുത്രൻ. ശകുനിയുടെ പുത്രൻ ആരാണ്? വൃകാസുരൻ. ഒരിക്കല് സതു ഏകദ, അവൻ ഒരിക്കല് നാരദം ദുരിതദോഷം അധീശ്വരം അപൃച്ഛത്, നാരദരോട് ചോദിക്കണം. പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവാൻ ഏതാണ് നാരദരോട് ചോദിക്കുകയാണ്. ഗിരീശം ഉപാസിതും സദിദേശ ച. അപ്പോൾ ആ നാരദർ ഉപദേശം കൊടുത്തു, നീ ശിവനെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. അസാധുഷു അബന്ധും ഭവന്തം തുണ. അപ്പോൾ അസാധുഷു നല്ലവരല്ലാത്തൊരു ബന്ധുത്വം കൂടാത്ത മഹാവിഷ്ണുവിൻ്റെ പേര് പറഞ്ഞു കൊടുത്തില്ല. ഭഗവാൻ മഹാവിഷ്ണു നല്ലവരുമായിട്ട് ബന്ധുത്വം വയ്ക്കില്ല എന്നുള്ളതാണ്. ശകുനിയുടെ പുത്രനായ ആ വൃകാസുരനാകട്ടെ ഒരിക്കല് നാരദ മഹർഷിയോട് വേഗത്തിൽ സന്തോഷിക്കുന്ന ഈശ്വരൻ ആരാണ് എന്ന് ചോദിക്കുകയുണ്ടായി. ശിവനെ സേവിച്ചു കൊള്ളുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. നല്ലവർ അല്ലാത്തവരിൽ ബന്ധുത്വം കാട്ടാത്ത അങ്ങയുടെ പേര് പറഞ്ഞു കൊടുത്തില്ല. ഇനി നാലാമത്തെ ശ്ലോകം. തപസ്തത്വാഘോരം സഖലു കുപിത സപ്തമദിനേ ശിരച്ഛിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരുത അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാത്വപ്രേ ഭവതി വിമുഖാനാം പശുഫലേ. ഘോരം തപ തത്വാ സ കുപിത ഖലു. അപ്പോൾ ഈ വൃകാസുരൻ ഘോരമായിട്ട് തപസ് ചെയ്യാണ് ശിവനെ. സപ്തമദിനേ ശിരക്ഷിത്വ, ഏഴാമത്തെ ദിവസമായിട്ടും പ്രസാദിച്ചിട്ടില്ല, ശിവൻ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം ശിരസ് അറക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴോ പുരഹരം സദ്യ പുരത ഉപസ്ഥാപ്യ. അപ്പോൾ പുരഹരൻ ആരാണ്? ശിവൻ. ശിവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അവൻ തല അറക്കുകയാണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വേഗം വന്ന് പ്രത്യക്ഷപ്പെട്ടു. അതിക്ഷുദ്രം രൗദ്രം ശിരസികര ദാനേന നിധനം ജഗന്നാഥാത്വപ്രേ. അപ്പോൾ ഭഗവാനോട് ഈ ശിവനോട് എന്താണ് വരം ചോദിച്ചത്? ഞാൻ ആരുടെയൊക്കെ തലയിൽ തൊടുന്നുവോ അവരൊക്കെ പെട്ടെന്ന് ചത്തുപോകണം, ഉടൻ ചാവണം. അതാണ് വരം ചോദിച്ചതും ശിവൻ ആ വരം കൊടുക്കുകയും ചെയ്തു. ഭവതി വിമുഖാനാം ശുഭതി. ഭഗവാൻ വിഷ്ണുവിന് വിമുഖന്മാരായിട്ടുള്ളവർക്ക് എവിടുന്ന് ശുഭം സംഭവിക്കണോ? അതാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഭയങ്കരമായ തപസ് ചെയ്തിട്ട് ആ വൃകാസുരൻ കുപിതനാവുക തന്നെ ചെയ്ത് ഏഴാം ദിവസം തൻ്റെ തല ഹോമിക്കാനായിട്ട് അറക്കാൻ തുടങ്ങിയ ശിവൻ പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷനായിട്ട് കൈകൊണ്ട് നെറുകയിൽ തൊട്ടാൽ ചാവണം എന്ന ഏറ്റവും നീചവും ഭയങ്കരവുമായ വരമാണ് ശിവനിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഭാവാങ്കൽ ഭക്തിയില്ലാത്തവർക്ക് നല്ല ബുദ്ധി തോന്നുകയുണ്ടോ? തോന്നില്ല. ഇനി അഞ്ചാമത്തെ ശ്ലോകം. മോക്താരം ബന്ധമുക്തോ ഹരിണപതിരിവ പ്രാദ്രവ സോദരുദ്രം ദൈത്യാഭീത്യാത്മദേവോ ദിശി ദിശി വലതേ പൃഷ്ഠതോ ദത്തദൃഷ്ടി തൂഷ്ണീകേ സർവലോകേ തവ പദമതി പ്രോക്ഷന്തമോപീക്ഷ്യ സർവം ദൂരാദേവാഗ്രതസ്ഥം പടു അടു വപുഷാ തസ്തിഷേ ദാനവായ. അത സ ബന്ധമുക്ത ഹരിണപതി. അതായത് വരം കിട്ടിയ ഉടനെ അവരെന്താ ചെയ്യാൻ പോയത്? ബന്ധമുക്ത ഹരിണപതി. ഒരു സിംഹത്തിനെ കൂട്ടിലടച്ചിട്ട് അതിനെ തുറന്നാലത്തെ സ്ഥിതി എന്താ? അത് ഈ തുറന്ന കെട്ടിൻ്റെ മേലെ തന്നെ ചാടുന്നുള്ളതാണ്. എന്ന പോലെ മോക്താരം ഇവ രുദ്രം പ്രാദ്രവത്. ഈ വരം കൊടുത്തത് ശിവന്റെ നേരെ തന്നെ അവൻ ശിവന്റെ ശിരസിൽ തൊടാൻ വേണ്ടിയിട്ട് ശിവന്റെ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ശിവൻ പേടിച്ചിട്ട് ഓടാൻ തുടങ്ങുകയാണ്. ദേവ ദൈത്യാഭീത്യ പൃഷ്ഠദത്ത ദൃഷ്ടി ദിശി ദിശി വലതേ സ്മ. അപ്പോൾ ശിവൻ പേടിച്ചിട്ട് പിന്നാക്കം തിരിഞ്ഞു നോക്കിയും കൊണ്ട് ഓടി പല ദിശയിലേക്കും പോയി എന്നുള്ളതാണ് സഹായത്തിന് വേണ്ടിയിട്ട്. സർവലോകേ തൂഷ്ണിക്ക് തവ പദം
പലവരുടെ അടുത്ത് പോയിട്ടും അവർക്കൊന്നും സഹായിക്കാൻ നോക്കിയില്ല. അവരൊക്കെ നിസ്സഹാരായിട്ട് നോക്കി നിന്നു എന്നല്ലാണ്ട് അവസാനം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വൈകുണ്ഠപദത്തിലേക്ക് പോവുകയാണ്. വൈകുണ്ഠനാഥനെ ആശ്രയിക്കുകയാണ്. അതിരോക്ഷന്തം സർവം ഉദീക്ഷ. അപ്പോൾ ഈ വൈകുണ്ഠനാഥൻ കണ്ടു, ശിവൻ ഓടി പേടിച്ചിട്ട് വരുന്നത് കണ്ടു. ഭഗവാന് മനസ്സിലായി സംഗതികളൊക്കെ. അപ്പോൾ ഭഗവാൻ വിഷ്ണു എന്താ ചെയ്തത്? ത്വം ദൂരാത് ഏവ വടുവടുവ പുഷ ദാനവായ അകൃത തസ്തിഷേ. അപ്പോൾ വേഗം ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ രൂപം കൊണ്ടിട്ട് ഈ അസുരന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. വരം കിട്ടിയ ഉടനെ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടിയ സിംഹം മോചിപ്പിച്ചവന്റെ നേരെ എന്ന പോലെ ശിവന്റെ നേരെ കുതിച്ചു ചെന്നു. പരമശിവൻ അസുരനെ പേടിച്ച് അടിക്കടിക്ക് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പലയിടത്തും പാഞ്ഞു നടന്നു. ഒരാളും ഒന്നും മിണ്ടാഞ്ഞപ്പോൾ അങ്ങയുടെ സ്ഥാനത്തേക്ക്, അതായത് വൈകുണ്ഠത്തിലേക്ക് കയറി വരുന്ന ഉദ്ദേശിക്കുന്ന പരമശിവനെ നോക്കിക്കണ്ടിട്ട് അവിടുന്ന് അകലത്തു നിന്നു തന്നെ സമർത്ഥനായ ഒരു ബ്രഹ്മചാരിയുടെ വടി എടുത്തിട്ട് അസുരന്റെ മുന്നിൽ നിന്ന് കൊടുത്തു. ഇനി 6ാമത്തെ ശ്ലോകം. ഭദ്രം തേ ശാകുനേയ ഭ്രമസി കിമധുനാ ത്വം പിശാചസ്യ വാച സന്ദേഹശ്ചേന്മദുക്തോ തവ കിമുന കമുഖരുഷങ്കുലീമംഗമൗലോ ഇത്തം ത്വാക്യമൂഢ ശിരസി കൃതകരം സോപദച്ഛിന്നപാദം ഭ്രംശോ ഹേവം പരോപാസിതുരപി ജഗതി ശൂലിനോപി ത്വമേവ. ശാകുനേയ തേ ഭദ്രം അധുനാ ത്വം. ശബരിപുത്രനായ അസുരൻ, നിനക്ക് നന്മ വരട്ടെ. ത്വം പിശാചസ്യ വാചാക്കിം ഭ്രമസി. നീ ഈ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് എന്തിനെ വെറുതെ നീ അത് വിശ്വസിക്കണത്? അതിൽ നീ എന്തിനു ഭ്രമിക്കണോ? ശിവനെ പറയുന്നത് പിശാചനാണ് ഭഗവാൻ. കാരണം ഈ അസുരനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്ന വർത്താനാണ്. മധുക്തോ സന്ദേഹ ചേത് അംഗ തവ മൗലോ അങ്കുലിക്കും കിമു ന കരുഷി. എടോ, ഞാൻ പറയുന്നതിൽ നമുക്ക് വിശ്വാസം വരുന്നില്ല വെച്ചാൽ നീ എൻ്റെ തലയിൽ ഒന്ന് തൊട്ട് നോക്ക എന്ന് ഭഗവാൻ പറയാണ്. ഇത്തം തദ്വാക്യമൂഢ സ ശിരസി കൃതകര ഛിന്നപാദം അപതത്. അപ്പൊ ഈ മൂഢൻ വിഡ്ഢി അപ്പൊ ഈ ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് സ്വന്തം ശിരസ് തന്നെ വിരല് വെച്ചപ്പോ എന്തേണ്ടായ ചത്തു വീണു. ഏവം പരോപാസിതും ഭ്രംശഹി ശൂലിന അഭിച അഭി ത്വം ഏവഗതി. ഇപ്പൊ മനസ്സിലായില്ലേ? വേറെ ദേവന്മാരെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഭ്രംശം സംഭവിക്കും. ഇപ്പൊ ശിവന് പറ്റിയത് എന്താണ്? അങ്ങനെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ശഗ്നിപുത്രനായ വിഭാസുര, നിനക്ക് നന്മ വരട്ടെ. ഇപ്പോൾ നീ ഒരു പിശാചിന്റെ വാക്ക് കേട്ടിട്ടാണോ ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കണത്? നിനക്ക് ഞാൻ പറയുന്നത് സന്ദേഹമുണ്ടെങ്കിൽ എടോ, നീ നിന്റെ നൽകിൽ തന്നെ വിരലൊന്ന് വെച്ച് നോക്കിക്കൂടെ? ഇങ്ങനെയെല്ലാം അങ്ങ് പറഞ്ഞതിന് വിശ്വസിച്ചിട്ട് ആ വിഡ്ഢി തൻ്റെ നെറുകയിൽ കൈവയ്ക്കുകയും മുറിച്ചിട്ട മരം പോലെ ചത്തുവീഴുകയും ചെയ്തു. ഇതാ ഇങ്ങനെ അങ്ങയെ അല്ലാതെ മറ്റു ദേവന്മാരെ ഉപാസിക്കുന്ന ആർക്കും നാശം സുനിശ്ചിതമത്രേ. എന്നു മാത്രമല്ല, പരമശിവന് പോലും അങ്ങ് മാത്രമേ ശരണമായിട്ടുള്ളൂ താനും. ഇനി 7ാമത്തെ ശ്ലോകം. ഭൃഗം കില സരസ്വതി നികടവാസിന താപസ ത്രിമൂർത്തിഷു സമാസുജന്നതിക സത്വദാവേദിതും അയം പുനഃ നാരദ ഉദിതരുത്തരോഷേ വിധോ ഹരേ വിജയീംസിഷൗ ഗിരിജയാധൃതേ ത്വാമഗാത്. സരസ്വതി നികടവാസിന താപസ. സരസ്വതി നദീ തീരത്ത് താമസിച്ചിരുന്ന മുനിശ്രേഷ്ഠന്മാര്. ത്രിമൂർത്തിഷു അധിക സത്വതാ വേദിതം. 3 മൂർത്തികൾ, അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിലെ ആർക്കാണ് സത്വഗുണം, അതായത് ശാന്ത സ്വഭാവം എന്ന് അറിയാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൃഗും സമാധിശൻ കില. ഭൃഗു മഹർഷിയോട് പറയുകയാണ്, നീ ഭൃഗു മഹർഷിയോട് ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പറയാണ്. വിധൗ അനാദര ഉദിത രുദ്ധരോഷേ. അപ്പൊ ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ഭൃഗു മുനി. അപ്പൊ അവിടെ പോയപ്പോൾ ബ്രഹ്മാവ് ദേഷ്യപ്പെടുക ചെയ്തത്. അഭിച്ച ഹരേ ഇഞ്ചിഷൗ ഗിരിജയാധൃതേ അയം പുനഃ ത്വാം അഗത.
അപ്പോൾ പിന്നെ ശിവന്റെ അടുത്തേക്ക് പോയി. ശിവൻ പാർവതി സമേതനായിട്ട് ഇരിക്കുകയാണ്. അവിടെ പോയപ്പോഴും ഇതന്നെ ഫലം, കോപിഷ്ഠനായി ഭഗവാൻ എന്നുള്ളതാണ് ശിവൻ. അപ്പം എന്ത് ചെയ്തു? വൈകുണ്ഠനാഥനെ നോക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അയം പുനഃത്വാ അകല, അപ്പോൾ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അങ്ങയുടെ അടുത്തേക്ക് വന്നു. സരസ്വതി നദിയുടെ സമീപത്ത് പാർക്കുന്നവരായ മഹർഷിമാർ ത്രിമൂർത്തികൾ ആർക്കാണ് അധികം സത്വഗുണമുള്ളത് എന്നറിയുവാനായിട്ട് ഭൃഗു മഹർഷിയെ നിയോഗിക്കുകയുണ്ടായല്ലോ. തന്നെ ആദരിക്കാത്തതിനാൽ ബ്രഹ്മാവ് കോപിക്കുകയും ആ കോപത്തെ ഒതുക്കുകയും പിന്നെ ശിവനും തന്നെ കൊല്ലാൻ ഒരുങ്ങുകയും പാർവതി കടന്നു പിടിച്ച് അത് തടയുകയും ചെയ്തപ്പോൾ ഇദ്ദേഹമാകട്ടെ അങ്ങയുടെ അടുത്തേക്ക് വന്നു. ഇനി 8ാമത്തെ ശ്ലോകം. സുക്തം രമാംബഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതി പദേന മുദോചിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവര്യ ഭവേ സദാ മേ ത്വപാദചിഹ്നമഭൂഷണമിത്യവാദേ. രമാംബഭുവി സുക്തം പങ്കജലോചനം ത്വാം. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ കണ്ടത്? ഭഗവാൻ വൈകുണ്ഠനാഥൻ ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലയും വെച്ച് സുഖ ഉറക്കാണ്. വിപ്രേ പദേന വിനിഘ്നതി. അപ്പോൾ ഈ ഭൃഗു മഹർഷി മാറത്ത് ഒരു ചവിട്ടാണ്ട് വെച്ചു കൊടുത്തു മഹാവിഷ്ണുവിൻ്റെ. ത്വം മുദാ ഉത്ഥിത മുനിവര്യ. അപ്പോൾ ഭഗവാൻ വൈകുണ്ഠനാഥൻ സന്തോഷത്തോടു കൂടിയിട്ട് പെട്ടെന്ന് ചാടി എണീച്ചിട്ട് വിളിക്കുകയാണ്, മുനിശ്രേഷ്ഠ സർവം ക്ഷമസ്വ, ക്ഷമിച്ചാലും തത്പാദചിഹ്നം ഇഹമേ സദാ ഭൂഷണം ഭവേ ഇതി അവാദേ. അപ്പോൾ ഈ ഭൃഗുമഹർഷി നെഞ്ഞത്ത് ചവിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ പാട് വീണു. ഈ ഭൃഗുമഹർഷിയുടെ പാദചിഹ്നം ഭഗവാന്റെ മാറത്ത് വീണു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഞാനിത് ഈ ശ്രീവത്സമായിട്ട് ഞാൻ ഇത് അലങ്കാരത്തോടു കൂടി ഞാൻ ഇത് സ്വീകരിച്ചു എന്നുള്ളതാണ് ക്ഷമസ്വ പുരുഷനായിട്ടുള്ള ഭഗവാൻ പറയുന്നത്. ശ്രീ ഭഗവതിയുടെ മടിത്തട്ടിൽ തലയും വെച്ച് ഉറങ്ങിയിരുന്ന താമരക്കണ്ണനായ അങ്ങയെ ബ്രാഹ്മണൻ ഭൃഗുമഹർഷി നന്നായി ഒന്ന് ചവിട്ടിയപ്പോൾ അങ്ങ് അല്പവും അപ്രിയം തോന്നാതെ പിടഞ്ഞെഴുന്നിട്ട്, അല്ലയോ മഹർഷി ശ്രേഷ്ഠ, എല്ലാം പൊറുക്കേണമേ, അങ്ങയുടെ കാലടിപ്പാട് ഇവിടെ എനിക്ക് എന്നും ഒരു അലങ്കാരമായി തീരട്ടെ എന്ന് മുനിയോട് പറഞ്ഞു. ഇനി 9ാമത്തെ ശ്ലോകം. നിശ്ചിത്യതേ ച സുഹൃദം ത്വയി ബദ്ധഭാവാ സാരസ്വതാ മുനിവരാദധിരേ വിമോക്ഷം ത്വാം ഏവമച്യുത പുനഃസ്തുതിദോഷഹീനം സത്തോചൈകതനുമേവ വയം ഭജാമ. സാരസ്വതാ തേ മുനിവര നിശ്ചിത്യ ച. അതായത് സരസ്വതി തീരത്ത് താമസിച്ചിരുന്ന ഈ മുനിശ്രേഷ്ഠന്മാർക്ക് മനസ്സിലായി ഈ 3 മൂർത്തികളിൽ വെച്ചൊരു ശ്രേഷ്ഠൻ വൈകുണ്ഠനാഥൻ തന്നെയാണ് എന്ന് മനസ്സിലായി. ത്വയി സുദൃഢം ബദ്ധഭാവ, അങ്ങയിൽ ഒട്ടും ഇടകാത്ത ഭക്തിയെ ഉറപ്പിച്ചിട്ട് വിമോക്ഷം രതിരെ, അവര് സായുജ്യത്തെ അടഞ്ഞു, മോക്ഷപ്രാപ്തി നേടി സായുജ്യത്തെ കൈക്കൊള്ളുകയും ചെയ്തു. ഏവം പുനഃസ്തുതി ദോഷഹീനം, ഇങ്ങനെ ഭ്രംശം എന്ന ദോഷത്തിന് പ്രസക്തി ഇല്ലാത്ത സത്തോചൈക തനും, അതായത് സത്വഗുണപ്രധാനിയുമായിട്ടുള്ള അങ്ങയെ അച്യുത, അല്ലയോ ഭഗവാനെ, ത്വാം ഏവ ഭയം ഭജാമ, അങ്ങേ തന്നെ ഞങ്ങൾ ഭജിക്കുന്നുള്ളൂ. അത് മേൽപ്പത്തൂര പറയണം. സരസ്വതി തടനിവാസികളായ ആ മഹർഷി ശ്രേഷ്ഠന്മാർ സത്വപൂർത്തി വിഷയത്തിൽ നിശ്ചയം വരുത്തുകയും ചെയ്തിട്ട് അങ്ങയിൽ ഒട്ടും ഇളകാത്ത ഭക്തിയെ ഉറപ്പിച്ചിട്ട് പരമസായുജ്യത്തെ കൈക്കൊള്ളുകയും ചെയ്തു. ഇങ്ങനെ ഭ്രംശം എന്ന ദോഷത്തിന് പ്രസക്തിയില്ലാത്ത സത്വഗുണത്തിൻ്റെ തികവ് എന്ന ഒന്ന് തന്നെ സ്വരൂപമായ ഹേ അച്യുത, അങ്ങേ തന്നെ ഞങ്ങൾ ഭജിക്കുന്നുള്ളൂ. ജഗസൃഷ്ട്യാദോ ത്വാം നിഗമനിവഹേ വന്ദിഭിരിവ സ്തുതം വിഷ്ണോ സത്തിൽ പരമരസനുദ്വൈതാപുഷം പരാത്മാനം ഭൂമൻ പശുപവനിതാഭായ നിവഹം പരീതാപശ്രാന്തി പവനപുരവാസിൻ പരിഭജേ. ജഗത് സൃഷ്ട്യാദോ, ജഗത്ത് സൃഷ്ടിയുടെ ആദ്യത്തിൽ തന്നെ, വന്ദിഭി ഇവ
സ്തുതി പാഠകന്മാരെ പോലെ നിഗമ നിവഹേ സ്തുതം സമസ്ത വേദങ്ങളും വന്ന് സ്തുതിച്ചവനും വിഷ്ണു അല്ലയോ വിഷ്ണു ഭഗവാനെ സത്യൽ പരമരസ നിർദ്വൈത വപുഷം സച്ചിദാനന്ദ സ്വരൂപനം പരാത്മാനം പശുപവനിതാ ഭാഗ്യനിമഹം പരമാത്മ സ്വരൂപനം. പശുപവനിത എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോപസ്ത്രീകൾക്ക് ഭാഗ്യനിമഹം ഭാഗ്യം മുഴുവനുമായിട്ടുള്ളതുമായ പവനപുരവാസിൻ ഭൂമൻ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ത്വാം പരിതാപശ്രാന്തിയെ പരിമതിയെ അങ്ങേ ഞങ്ങൾ എല്ലാ സന്താപങ്ങളും തീർത്തുകൊള്ളുവാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റും ഭജിച്ചു കൊള്ളുന്നു. അത് മേൽപ്പത്തൂർ പറയുന്നതാണ്. ലോകങ്ങളെ സൃഷ്ടിപ്പാൻ തുടങ്ങിയ കാലത്ത് സ്തുതിപാഠകന്മാരെ പോലെ സമസ്ത വേദങ്ങളും വന്ന് സ്തുതിച്ചവനും ശ്രീ മഹാവിഷ്ണു സച്ചിദാനന്ദം തന്നെ സ്വരൂപമായിട്ടുള്ളവനും പരമാത്മസ്വരൂപനും ഗോപസ്ത്രീകളുടെ ഭാഗ്യം മുഴുവനുമായിട്ടുള്ളവനുമായ അല്ലയോ ഗുരുവായൂരപ്പ സർവാന്തര്യാമിയും അങ്ങേ സകല സന്താപങ്ങളും തീർന്നു കിട്ടുവാനായിട്ട് ഞാൻ മുറ്റും ഭജിച്ചുകൊള്ളുന്നു. ഇനി ശ്ലോകങ്ങൾ ഒന്നിച്ചു വായിച്ചു. ദശകം 89 വൃകാസുര കഥയും ഭൃഗു പരീക്ഷണവും. രമാ ജാനേ ജാനേ യദി തവ ഭക്തേഷു വിഭവോ ന സംബദ്ധ്യ സദ്യ തരമത കൃത്വാ ദശമിനാം പ്രശാന്തിം കൃത്വൈവ പ്രദർശിതകാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം ന ഖലു ഭവദീയേഷുതി കഥാ സദ്യ പ്രസാദ ഋഷിതാം വിധി ശങ്കരാദിൻ കേതിൽ വിഭോ നിജ ഗുണാനുഗുണം ഭജന്ത ഭ്രഷ്ടാ ഭവന്തി വച കഷ്ടമദീർഘദൃഷ്ട്യാ സ്പഷ്ടം വൃകാസുര ഉദാഹരണം കിലാസ്മിൻ ശകുനിജസ്സതു നാരദമേകദാ ത്വത്തതോഷമപൃച്ഛദഗേശ്വരം സചദിദേശഗിരീശമുപാസിതും ന തു ഭവന്തമബന്ധുമസാധുഷു തപസ്തത്വാ ഘോരം സഖലു കുപിതസപ്തമദിനെ ശിരക്ഷിത്വാ സദ്യ പുരഹരമുസ്ഥാപ്യ പുരത അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാക്വബ്രേ ഭവതി വിമുഖാനാം പശുപതേ മോക്താരം ബന്ധമുക്തോ ഹരിണപതിരിവ രാജവസോധരുദ്രം ദൈത്യാഭീത്യാസ്മദേവോ ദിശി ദിശി വലത്തെ പൃഷ്ഠദോ ദത്തദൃഷ്ടേ തുഷ്ണീകേ സർവലോകേ തവ പദമതിരോക്ഷന്തമോ വീക്ഷ്യ സർവം ദൂരാദേവാഗ്രതസ്ത്വം പടുവടു വപുഷാ തസ്തിഷേ ദാനവായ ഭദ്രം തേ ശാപുനേയ ഭ്രമസി കിമധുനാ ത്വം പിശാചസ്യ വാചാ സന്ദേഹം ചേന്മദുക്തോ തവ കിമന കരോഷി അങ്കുലേ മംഗമൗലോ ഇത്തം ദുർവാക്യമൂഢ ശിരസി കൃതകര സോപദക്ഷിന്നപാദം ഭ്രംശോ ഹേവം പരോപാസിതുമപി ച ഗതി ശൂലിനോപി ത്വമേവ ഭൃഗം കില സരസ്വതീ നികടവാസിന താപസ ത്രിമൂർത്തിഷു സമാധിശന്നധിക സത്വദാമേദിതം അയം പുനർനാരദാദുദിതരുത്തരോഷേവിധോ ഹരേതിശിശൗ ഗിരിജയാദൃതേ ത്വാമഗാത് സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിക്രനിപദേന മുദോചിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവർയ ഭവേ സദാ മേ ത്വപ്പാദചിഹ്നഭൂഷണമിത്യവാദേ നിശ്ചിത്യദേശസുദൃഢം ത്വയി ബദ്ധഭാവാ സാരസ്വതാ മുനിവരാദതിരേ വിമോക്ഷം ത്വം ഏവമച്യുത പുനഃസ്ഥിതിദോഷഹീനം സത്വോത്യൈകതനുമേവ വയം ഭജാമ ജഗത്സൃഷ്ട്യാദോ ത്വാം നിഗമനിവഹേ വന്ദിഭിരിവ സ്തുതം വിഷ്ണോ സച്ചിൽ പരമരസനിർദ്വൈതവപുഷം പരാത്മാനം ഭൂമൻ പശുപവനിതാ ഭാഗ്യനിവഹം
പരീതാപശ്രാന്ത്യേ പവനപുരവാസിൻ പരിഭജേ. ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇനി അടുത്ത ദശകം നമുക്ക് പിന്നെ പഠിക്കാം. ഹരി ഓം തത്സത്. അടുത്തത് 90-ാമത്തെ അധ്യായമാണ് പഠിക്കേണ്ടത്. അപ്പോൾ അടുത്ത വായനയായിട്ട് ഞങ്ങൾ വരണമായിരിക്കും. എല്ലാവർക്കും ബൈ.